ഞാനേ ഒരു തമാശ ഇവരുടെ ഒരു കോമഡി ചിത്രമാണെന്ന് ഓർത്ത് വന്നതാണ്. പക്ഷേ കണ്ടത് കിളിപോയി അല്ലേ? അതെ അതെ, അതാണ് നമ്മൾ ബേസിൽ തന്നെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഫാമിലി കോമഡി ഡ്രാമയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് തോന്നി ഇനി ബേസിൽ ഇത് മാറ്റി പിടിച്ചാൽ ക്ലിക്ക് ആവുമെന്നുള്ളൂ. പക്ഷേ ക്ലൈമാക്സോടെ സംശയം മാറി. ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു പ്രതീക്ഷ. എനിക്കൊരു ദൃശ്യത്തിൻ്റെ അനുഭവം ഉണ്ടായത്. കാരണം ഒരു മൂഡ് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു മൂഡിൽ തന്നെ പടമേ. നമുക്ക് അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കസേരയിൽ ഇങ്ങനെ ഒന്ന് നാഞ്ഞിരുന്നാണ് ഈ പടം അവസാനം വരെ ഞാനിത് കണ്ടത്. നസ്രിയ ഇത്രയും ലെവലുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായി കേട്ടോ. അതെ, സാധാരണ നമ്മളൊരു എന്താണ് ഒരു ലവർ ഗേൾ അല്ലെ, ഒരു ബബ്ലി ആ ഒരു ടൈപ്പ് ചെയ്തിട്ട് ഇതിൽ വളരെ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നസ്രിയ അതിഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ കാസ്റ്റും അതിൽ പെർഫോമൻസ്. സിദ്ധാർത്ഥ് ഭരതൻ്റെ ചില വൺ ലൈൻ സാധനങ്ങളൊക്കെ ഉണ്ട്. ചെറിയ റോളാണെങ്കിൽ സിദ്ധാർത്ഥ് ഭരതൻ ചെയ്ത ഒരു റോളുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ സ്ക്രീൻ സ്പേസ് കുറവാണ്, പുള്ളി വന്ന സീനിലൊക്കെ പുള്ളി വേറൊരു സാധനമാണ് ചെയ്യുന്നത് അല്ലേ. പ്രമയുഗത്തിന് ശേഷം സിദ്ധാർത്ഥ് ഭരതൻ്റെ വേറിട്ടൊരു ടൈപ്പാണ് സിദ്ധാർത്ഥ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ഒരു ടെൻഷനിൽ നിൽക്കുവാണെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ ചില ഡയലോഗ് കാണുമ്പോൾ ശരിക്കും പൊട്ടിച്ചിരി തമാശ എന്ന് ഓർത്ത്. പക്ഷേ പടം ഇത്രയും സീരിയസിലേക്ക് കൊണ്ടുപോകുന്നു. അവസാനം ഇത്ര ഒരു സീരിയസ് റോളിലേക്ക് കൊണ്ടുപോകുന്ന വെച്ചാൽ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ ആർക്കും ഒരു ഹിന്റ് പോലും കൊടുത്തേക്കരുത്. ഒന്നും മനസ്സിലായില്ല. ലാസ്റ്റേ മനസ്സിലാവുള്ളൂ എന്താണെന്നുള്ള. ഇത് ഇത്രയും നമ്മളെ മുന്നിൽ നിർത്തി എന്താണെന്നുള്ള ലാസ്റ്റ് മാത്രമേ മനസ്സിലാവുള്ളൂ. അതാ പറഞ്ഞ ദൃശ്യമാണെന്ന് എനിക്ക് തോന്നിയത് അതാണ്. അത് നമ്മൾ ഈ പൊതുവെ ഇപ്പോൾ പറയാൻ ബാക്കി ഇൻഡസ്ട്രികൾ മലയാള സിനിമയെ കൂടുതൽ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി എനിക്ക് തോന്നുന്നു ബാക്കി ഇൻഡസ്ട്രിയിൽ ഇനി അടുത്ത കാലത്തുള്ള ഇന്റർവ്യൂസിലൊക്കെ അവർ മെൻഷൻ ചെയ്യാനുള്ള ഒരു സിനിമയായിരിക്കും സൂക്ഷ്മ. ഞാനിപ്പം നമ്മുടെ കിഷ്കിന്ദകാണ്ട് നമുക്ക് ഓരോ ഡയറക്ടർമാരെ നമ്മുടെ കഴിവേ കിഷ്കിന്ദകാണ്ട് നമ്മൾ ഈ വേറൊരു എന്തോ ഒരു ഫോറിൻ പടം ഒരു ഇറാൻ പടം കൊണ്ടൊക്കെ ഒരു ലുക്കാണ് എനിക്ക്. അതുപോലെ കഴിവ് നമ്മുടെ പുതിയ സംവിധായകരുടെ കഴിവ് ഭയങ്കരമായിട്ട് മുന്നോട്ട് പോവുക. അതുപോലെ കേട്ടോ. അതോടെ ഇത് കണ്ടതോടെ അത്രയും മനസ്സിലായി. ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്, പെർഫോമൻസിൽ ബ്രില്യൻ്റ് ആണ്. സിനിമയുടെ എല്ലാ മേഖലയിലും ആ ഒരു ബ്രില്യൻസ് സിനിമയ്ക്ക് കീപ്പ് ചെയ്യാനുണ്ട്. പിന്നെ മിസ്റ്ററി സിനിമ ഈ പറഞ്ഞ പോലെ അവസാന നിമിഷം വരെ നമ്മുടെ ഗസ് വർക്കുകൾ മൊത്തം അത് ബീറ്റ് ചെയ്യണം. നമ്മൾ പല രീതിയിൽ ഗസ് ചെയ്തു, നമ്മൾ സിനിമ കണ്ട എക്സ്പീരിയൻസ് വെച്ച്. പക്ഷേ ആ ഗസ്സിലൊന്നും അല്ല സിനിമ എൻഡ് ചെയ്തത് എന്നുള്ളതാണ്. അതാ പറഞ്ഞ ഒരു ഹിന്റ് പോലും പുറത്ത് വിടാതെ പടം വന്ന് കാണണം. ആദ്യം എന്താ വെച്ചാൽ അവസാനമാണ് ഇതിൻ്റെ ഒരു നമുക്കൊരു മൂഡ്. നമ്മൾ ഇത്രയും ഒന്നും വിട്ടുന്നില്ല അവര്. പ്രൊമോഷനൊക്കെ ഇവർ ഭയങ്കര തിളിങ് തമാശയായിട്ടൊന്നും ഓർത്ത് ഒരു കളിയായിരിക്കും, എന്നായിരിക്കും ബേസിൻ്റെ സ്ഥിരം ശൈലിയായിരിക്കും എന്നൊക്കെ ഓർത്ത് ഇവരുടെ കളിയായിരിക്കും എന്നൊക്കെ ഓർത്ത് വന്ന അതേ അല്ല. എനിക്കൊന്ന് അത് പ്രതീക്ഷിച്ച് വന്നവർക്ക് ചെറിയൊരു നിരാശ കാണും അല്ലേ? അതെ അതെ, അത് പക്ഷേ നമ്മൾ ഇത് ബേസിലിൻ്റെ ഒരു പുത്തൻ പിന്നെ റോളാണെന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി കയറിയാൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ ബേസിലിൻ്റെ നസ്രിയുടെ സിനിമയല്ല, ചേട്ടൻ പറഞ്ഞ പോലെ ഇത് ഈ മേക്കേഴ്സിൻ്റെ ഒരു സിനിമയാണ്. അതിലേക്ക് ഈ കാസ്റ്റ് എല്ലാവരും അതിലേക്ക് കറക്റ്റ് ഫിറ്റായി എന്നുള്ളതാണ്. എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ്, ഗംഭീര മേക്കിംഗും ആണ്. അനിവാര്യമായിരുന്നു. കാരണം ഒരേ ട്രാക്ക് മാറ്റിയിട്ട് ഇതിൽ ഒരു നോട്ടത്തിൽ പോലും പുള്ളിയുടെ മിസ്റ്ററി ഉണ്ട്. ഒരു വർഷം കൊണ്ടൊക്കെ ബേസിൽ തീരേണ്ടത് ഈ പഴയ ലെവലിൽ പോകുമായിരുന്നെങ്കിലേ അങ്ങനെ ആൾക്കാർക്ക് ഒരു മടുപ്പ് വരേണ്ടതാണ്. പക്ഷേ ഈ പുള്ളിക്ക് ചെയ്ത് അതെ, അതുപോലെ തന്നെയാണ് നസ്രിയയുടെ കേസ്. കാരണം നസ്രിയ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നസ്രിയയ്ക്ക് വേണമെങ്കിൽ സിനിമ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ സെലക്ട് ചെയ്ത റോളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം നസ്രിയയ്ക്ക് ഉണ്ട്. ആ ഉത്തരവാദിത്തം നസ്രിയ ഗംഭീരമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. കാരണം ഇത് നല്ല സെലക്ഷനാണ്. ഈ മൂവിയിലെ ഹീറോയിനായിട്ട് കാസ്റ്റ് ആവാൻ സെലക്ട് ചെയ്തത് നസ്രിയ സിനിമയാണ്. പക്ഷേ പടത്തിൽ മാസിന് വേണ്ടിയിട്ട് ഉള്ള സീനുകളൊന്നുമില്ല. ആ സിറ്റുവേഷനിൽ അവർ ചെയ്തു പോകുന്നതാണ്. മേക്കിംഗ്, ലെവൽ ആക്ടിങ്, ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഭയങ്കര പ്രതീക്ഷ, പുതിയ സംവിധായകരുടെ ഭയങ്കര പ്രതീക്ഷ മലയാള സിനിമയ്ക്ക്. അതുപോലെ മലയാള സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിടിച്ചാൽ കിട്ടാൻ മേലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോ ഹാപ്പി വാച്ചിങ് വെൽ ക്രാഫ്റ്റഡ് മൂവി. താങ്ക് യു. ഓക്കെ.